മതി മതി, ആവശ്യത്തിന് പറിച്ചു. ഇപ്പൊ എണ്ണ ആച്ചനുള്ളതായി. ഇതേ ഇപ്പൊ തന്നെ നേരെ വരട്ടെ, മതിയായി. ഇപ്പൊ കയ്യോന്ന് പറിച്ചു പറിച്ചതേ. സമയം എത്രയെന്നറിയോ? നടക്ക് നീടി വേഗം. ഓ ഇന്ന് മൊത്തത്തിൽ ക്ഷീണമാടി. ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. അന്ന് ഇവിടെ ആകുമ്പോൾ അനക്കൊന്നും ഇല്ലല്ലോ, ആരും ഇല്ല ഇവിടെ. ഓ എന്താ പറയുന്നത് ചേട്ടാ, അമ്മയും ഇങ്ങനെയും അമ്മണിയും കൂടെ പോയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് എങ്ങനെ തലയിൽ തയ്ക്കണമെങ്കിൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടേ മറ്റേ ഇതില്ലേ എന്താ കയ്യോന്നി, അത് പറിക്കാൻ വേണ്ടിയിട്ട് അവർ പോയതാ പറമ്പില്. കുട്ടുപോൻ എന്തിയപ്പോ? അയ്യോ പറഞ്ഞിട്ട് കുട്ടുപോൻ എന്തി? അവനിന്റെ ഇവിടെ ടി വി കാണുമായിരുന്നില്ല അവരങ്ങോട്ട് പോയപ്പോഴ്. ഇനി അവന് ചിലപ്പോൾ അവരുടെ പുറകെ ഓടിപ്പോയോ എന്തോന്ന് ഞാൻ കണ്ടില്ല. ഞാൻ അടുക്കളോട്ട് അങ്ങ് പോയായിരുന്നു. അപ്പോൾ അവൻ ഇവിടുത്തെ ടി വി കാണുമായിരുന്നു. ശ്രദ്ധിക്കണ്ടായോടി നീ. അവൻ എങ്ങോട്ടാ പോയത് നീ കണ്ടോ? ചിലപ്പോൾ അവർ പുറകെ ഓടിപ്പോയി കാണും ചേട്ടാ. അല്ലേ പിന്നെ എവിടെ പോനവൻ? ശാന്തേച്ചി വന്നോ? ഞാൻ അമ്മണിയെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നാ. ഞങ്ങൾക്കതിങ്ങനെ കുഞ്ഞമ്മയുടെ വീട് വരെ ഒന്ന് പോകണം. ചേട്ടനായി റെഡി ആയിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ട് പോകുമായിരുന്നു. നാളെ വരുന്നുള്ളൂ. എന്നിട്ട് വീട് പറഞ്ഞില്ലേ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോയിട്ട് വരുന്ന വഴിയാ. വീട്ടിൽ വന്നിട്ടൊന്ന് ഫ്രഷായി ഇങ്ങോട്ട് വന്നതാ അമ്മണിയെ വിളിക്കാൻ വേണ്ടി. അയ്യോ സോറി ചേച്ചി, അമ്മണിയും ഇങ്ങനെയും പിന്നെ നാണിയമ്മയും കുട്ടുമ്പോനും എല്ലാവരോടും ആയെങ്കിലേ ഇത് കയ്യോന്നി പറിക്കാൻ വേണ്ടിയിട്ട് പോയേക്കോ. തലത്തേക്കാൻ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടേ. ഇവർ പോയപ്പോഴത്തേക്ക് അമ്മണിയും കൂടെ കൂടെ പോകുന്നു പറഞ്ഞിട്ട് ഓടിപ്പോയി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ ചേച്ചി? അയ്യോ ഈ സമയം എടുക്കുമോ കുറേ? ചേട്ടൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇനിയിപ്പോൾ പോയി ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി. അവിടെ ഇനി എപ്പോൾ ഒരു ലേറ്റ് ആകുമോ ഇനി വരാൻ? കുഞ്ഞമ്മയുടെ മോക്കാണെങ്കിലേ ഗൾഫിൽ പോകണോ, അതിന് വേണ്ടിയിട്ട് അവനാണെങ്കിലേ എയർപോർട്ടിൽ പോകും. അപ്പോൾ ഞങ്ങളോട് കൂടെ ചെല്ലാൻ പറഞ്ഞ്. ഇതിപ്പോൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയില്ലെങ്കിൽ അവരങ്ങ് പോകും. ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ചെന്നില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ എന്തായാലും 10 മിനിറ്റ് കൂടെ നമ്മളെ വെയിറ്റ് ചെയ്യട്ടെ. 10 മിനിറ്റുള്ളിൽ വന്നില്ലേ ഞാനങ്ങ് പോവാം. ശരി ചേച്ചി, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇവിടെ. ഞാനിതൊക്കെ ഉപയോഗിച്ചോണ്ട് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം കണ്ടിട്ട് ഇത്രയും പ്രായമായിട്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ ആവശ്യത്തിന് തരാം. അമ്മണിക്ക് വേണോ? പേടിയാവുന്നോ? എവിടോട്ട് ഓടുക? അങ്ങനെ ഞാൻ പണ്ട് എന്ത് സുന്ദരിയെന്നറിയായിരുന്നു. ഉള്ള ആൾക്കാർ മൊത്തം എന്നെ പുറകെയായിരുന്നു.
കിങ്ങിണിക്ക് ഇപ്പൊ തന്നെ ഏകദേശം മുടിയുണ്ട്. ഒന്നുകൂടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ എത്രയാകും കേട്ടോ. എന്റെ കൂടി നോക്ക് കെട്ടി വെച്ചേക്കുന്നത്. അതെവിടെ മക്കളെ? ആരെന്താ രക്ഷിക്കണം എന്ന് പറഞ്ഞേ? സത്യം പറഞ്ഞ് എനിക്ക് ഈ വഴി ആകെ പാടത്ത് ഇഷ്ടമില്ലെന്ന്, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞത്. വഴി എങ്ങോട്ടാന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് പോകേണ്ട വരുന്നത് ആരാന്നാ വരുന്നത്? കൊച്ചു വിടാറ് സൗണ്ടാ. ഇതാ കുട്ടുമ്പോൾ നീ എന്തോടാ കാണിച്ചത്? നീ എവിടുന്നാണ് ഓടി വരുന്നത്? നല്ല അടിയാണ് വെച്ച് തരേണ്ടത്. ഇവനെ പറ്റിയത് എന്തോ ചെയ്തേടാ? ഇപ്പൊ നീ തന്നെ പറഞ്ഞ പ്രയാസത്തെ കണ്ടത്. ആ പ്രയാസം നിന്നെ പിടിച്ചാൽ എന്തോ ചെയ്തേ? എന്തായാലും പെട്ടെന്ന് പോകാൻ ഇപ്പൊ വീട്ടിൽ ഇവിടെ നിൽക്കണ്ട. കുഞ്ഞമ്മയുടെ പോക്ക് നല്ല പഠിത്തമുണ്ട്, അതുകൊണ്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ ഗൾഫിൽ അവൾക്ക് ജോലി കിട്ടിയത്. എനിക്കറിയാം അവള് നന്നായിട്ട് പഠിക്കുമെന്നല്ലേ പണ്ടേ. നീ ഇപ്പൊ സമയം പോവാട്ടോ, 10 മിനിറ്റ് കഴിഞ്ഞ്. അമ്മണി ഇങ്ങനെ വരുന്ന മട്ടില്ല. ശാരദേ, ഞാൻ പോവാട്ടോടി. അമ്മണി ഇപ്പഴേ വരും തോന്നില്ല. അയ്യോ, ശാന്തിച്ച് പോകുന്നോ? ഞാൻ ചായ ഇട്ടോണ്ടിരിക്കുവായിരുന്നു. അയ്യോ, ഒന്നും കുടിക്കാതെ പോന്നേ. അയ്യോ, അവരിനിയപ്പോൾ എയർപോർട്ടിൽ പോകും. ഞങ്ങൾ സമയത്തിന് ചെന്നില്ലെങ്കിൽ പിന്നെ മോശം, അതുകൊണ്ടാ. ഞങ്ങൾ പോട്ടെ. അമ്മണി ചോദിക്കും അവളെ ഇവിടെ തന്നെ നിർത്തുക കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ലേറ്റ് ആകും വരുമ്പോൾ. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വിളിക്കാൻ. ആ, ശാന്തിച്ച് ധൈര്യമായിട്ട് പോകും. എടി, ഗൾഫിലൊക്കെ ജോലി കിട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അത് നല്ല ശമ്പളത്തിലാണ് കിട്ടിയേക്കുന്നത് പുള്ളിക്കാരത്തേക്ക്. ഓരോരുത്തരുടെ പ്രയത്നം ഭാഗ്യം. എടാ കുട്ടുമ്പോൾ അവിടെ പ്രേതം ഉണ്ടോടാ? നമ്മൾ പിന്നെ എന്തുവഴിയാ പോണേ? ശരിയാണ്, എനിക്കതാ തോന്നുന്നത്. ഇവരങ്ങനെ കണ്ടതൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും. പാമ്പ് വല്ലാന്നോ പിള്ളേരെ? ശരി, ഇങ്ങോട്ട് മാറിയിരിക്കേ. എന്റെ പൊന്നോ, ഞാൻ കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് എന്റെ തലേ വന്ന് വീണാലല്ലോ ആ ചില്ല. ഈ ചില്ല തറയെ വീഴുന്നില്ലല്ലോ. ഇതെന്തോ ആ മരത്തിലല്ലോ തങ്ങിക്കുന്നത്. ഇത് അല്ലാതെ നിൽക്കുമോ അതിൻ്റെ ഇത് വായുല്? പിള്ളേരെ പട്ടി അതുകൊണ്ട് ഓരി ഇടുന്ന കണ്ടില്ലേ? അയ്യോ, ഇവൻ പറഞ്ഞ ഉള്ളാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിനി ഏത് വഴിക്ക് പോകും? പക്ഷെ ആ വഴി പോയി അവിടെ പ്രേതം ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. ഞാൻ മനുഷ്യരെ തേടി നടക്കുമായിരുന്നു. നിങ്ങൾ അപ്പോഴിവിടെ എത്തിപ്പെട്ടത്. അമ്മനെ പോയി വിളിച്ചു പറയാൻ പറഞ്ഞിട്ട് എന്ത് പടി നീ? ഇത് 10 മിനിറ്റ് 15 മിനിറ്റ് താമസിച്ചല്ലേ വന്നത്? അവർക്ക് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളോട് എല്ലാം പറഞ്ഞത്. അവരിപ്പോൾ എയർപോർട്ടിൽ എത്തി കാണുമല്ലോ. അവർ സമയത്തിന് കാലത്ത് ചെല്ലാണ്ട് അവർക്ക് ഫ്ലൈറ്റ് സമയത്ത് തന്നെ ഉള്ളത്. നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി ചെന്നാൽ മതി അങ്ങോട്ട്. എന്റെ പൊന്നി ഏട്ടാ, ഞാൻ 10 മിനിറ്റ് അല്ലേ അമ്മണി വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. ഏടി 10 മിനിറ്റ് പറഞ്ഞു ഞാൻ നിന്നോട് പെട്ടെന്ന് ഓടുമ്പോൾ വിളിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് പറഞ്ഞ് നിസ്സാര കാര്യമാണോ? കറക്റ്റ് സമയത്തല്ലേ ഫ്ലൈറ്റ് നിനക്ക് തോന്നുമ്പോഴാണ് വെച്ചേക്കുന്നത് അവിടെ. ഓ, ഇത് എന്തൊരു കഷ്ടം അറിഞ്ഞു ചുമ്മാ നടന്ന് മഴ കിട്ടോളുക. ചേട്ടാ ഒരു കാര്യം ചെയ്താൽ റോസ് കട്ട് കയറി പോകും. വേറൊരു വഴിയുണ്ടല്ലോ. പിന്നെ ആ കൊടും കാട്ടിക്കൂടോ? അത് ഭയങ്കര ഈസിയാ കൊടും കാട്ടിക്കൂടെ പോകാൻ. പെട്ടെന്ന് ഏറ്റവും കാര്യം ശരിയാ, പക്ഷെ അത് കൊടും കാണത്. പിന്നെ ചേട്ടാ സമയത്തിന് ചെല്ലണമെങ്കിൽ പിന്നെ അതുവഴി പോയാൽ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതാകുമ്പോൾ പെട്ടെന്ന് ചെല്ലുമല്ലോ. എന്നിട്ട് നമ്മൾ ഇതുവഴി കറങ്ങി ചുറ്റി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവരങ്ങ് എയർപോർട്ടിൽ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് നമ്മൾ അതുവഴി പോകും. കാട് വഴിയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്താ ലൈറ്റൊക്കെ ഇല്ല. നമ്മളിപ്പോൾ എന്തോ വണ്ടിയിലല്ലേ പോകുന്നത്? നടന്നൊന്നും അല്ലല്ലോ ഇപ്പോൾ ഒന്ന് കാട്ടിക്കൂടെ. ഇടി, ആ കാട് വഴിയുള്ള റോഡ് മോശമാണെന്ന് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്തത്. ആ റോഡ് ഒന്ന് മോശം അറിയാം. വണ്ടി മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ആവും പിന്നെ അതുവഴി പോയത്. ചേട്ടാ അതുവഴി ഇപ്പം എന്തായാലും തൽക്കാലം പോകും. ഞാൻ നാളെ തന്നെ വണ്ടി കൊണ്ടുവന്ന് സർവീസ് ചെയ്തേക്കാം. വണ്ടി കേടായാലും ഇല്ലെങ്കിലും നാളെ തന്നെ എൻ്റെ പൈസയ്ക്ക് അങ്ങോട്ട് സർവീസ് ചെയ്തേക്കാം. ദയവ് ചെയ്ത് അതുവഴി ഒന്ന് പോകും. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുഞ്ഞുമേടെ മോൾ എങ്ങാനും എയർപോർട്ടിൽ പോയെങ്കിൽ പിന്നെ എന്നെ വെച്ചേക്കത്തില്ല പിന്നെ ചേട്ടൻ. എല്ലാത്തിനും ഞാൻ പിടിച്ച് തിന്നാ പോവാ. എത്രാന്ന് പറഞ്ഞ നീയൊക്കെ കടന്ന് ഓടുന്നത്? ഇനി ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. ഇപ്പൊ തന്നെ എല്ലാത്തിനും പിടിച്ച് തിന്നാ പോവാ. ഈ രൂപ തന്നെ കണ്ടാ മതി നമ്മൾ ബോധം കെട്ട് വീണാന്. എനിക്ക് ഭയങ്കര അതെവിടുത്തെ ലൈറ്റ്? വണ്ടിയോ? ആ, നീയൊക്കെ എവിടെ പോവാ? ആ ശരി, ഇപ്പൊ സൗണ്ട് കേൾക്കാം വണ്ടിയുടെ.
പെട്ടെന്ന് കൈ കാണിക്കും പിള്ളേരെ. കൈയൊന്ന് കാണിക്കാൻ നമുക്ക് ഇങ്ങോട്ട് നടക്കൂട്ട് മാറി നിൽക്കോ. അയ്യോ കാർ നിർത്തി, ഞങ്ങളെ കൂടെ ഒന്ന് കയറ്റോ? നീയൊക്കെ എവിടെ പോവാ? നിക്കവിടെ, കാറൊക്കെ പോരുത്. ഇരുട്ടായിട്ട് കണ്ണ് കാണാൻ വയ്യ. എല്ലാം വേറെ എളുപ്പം. ഓ എന്നാലും ഒരു കാർ നിർത്തില്ല, അത് തന്നെ എന്റെ കാര്യം. മക്കളെ കാറ് പെട്ടെന്ന് വിടാൻ നോക്ക്, അവിടെ ഒരു പ്രയോഗം ഇപ്പോണ്ട്, പെട്ടെന്ന് കാറ് വിട്. ചേട്ടാ ആരാ നോക്കിക്കാ നമ്മുടെ കാറൊക്കെ കയറിയ ആൾക്കാര്? ഞാൻ കണ്ടല്ലോടി, നമ്മൾ ദൂരെ വെച്ചേ കണ്ടല്ലേ ഇവരെ. എല്ലാം ഇവിടെ പേടിച്ച് വരണ്ട് നിൽക്കുന്നുണ്ട്. എന്ത് വന്നാ രാത്രിയിലൊക്കെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടേണ്ടവരെയൊക്കെ കിട്ടി. നമുക്കിനിപ്പോൾ എല്ലാവർക്കും കൂടെ ആണെങ്കിൽ എയർപോർട്ടിലോട്ടൊക്കെ പോകാം. ഇനിയിപ്പോൾ നമുക്ക് ഇനി പെട്ടെന്ന് ക്രൂസ് കട്ട് കയറിയേ എല്ലാവരും കൂടെ പോകാം. അപ്പോൾ കൂടുതൽ സന്തോഷമാകും കുഞ്ഞുമ്മയുടെ മോക്ക് നമ്മൾ ഇത്രയും പേരോട് ചെല്ലുമ്പോഴേ. അത് ശരി ചേട്ടാ, എല്ലായിട്ടുള്ളപ്പോൾ ഇവർക്ക് സന്തോഷമാകും. ഇതെന്ത് നാണീമേക്കൊന്നും മിണ്ടുന്നില്ലല്ലോ, ഇതൊക്കെ എല്ലാവരും അന്താളിച്ചിരിക്കുന്നത് പേടിച്ച്. അയ്യോ എനിക്ക് വയ്യ, ഒന്നും പറയാൻ വയ്യേ. എല്ലാ കഥകളും ഞാൻ പറയാം. കുട്ടുവൻ എവിടെ ബാക്കി ഇരിക്കണോ? അവൻ പേടിച്ചാലാണ്ട് അവിടെ ചാടിക്കയറി തോന്നുന്നു. ഇപ്പൊ എന്റെ പേടിയെല്ലാം മാറിയ അമ്മമ്മേ. നമ്മളിപ്പോ ഇവിടെ കേറിയല്ലോ. ഇതൊന്നും അല്ല, നിങ്ങൾക്ക് പേടി 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 എന്ന് പറയുന്ന കാര്യം പറ.